ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശം പറയുകയാണ് വിക്രത്തിനോട്, എടാ മോനെ, നമ്മളും അതപ്പതിച്ചു പോയില്ലെന്ന് എല്ലാവരും കാണട്ടെ, ഫോട്ടോ ഒക്കെ എടുക്കുക, വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, ഇതൊന്നും അല്ല സെലിബ്രേഷൻ, നാളത്തെ കമ്പനിയുടെ ഉദ്ഘാടനമായിരിക്കും മെയിൻ സെലിബ്രേഷൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശം ചോദിക്കുന്നുണ്ട്, വല്ല സെലിബ്രിറ്റീസിനൊക്കെ വിളിക്കണോ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തി പറയുന്നുണ്ട്, അതൊക്കെ വെറും കാശിയാലവല്ല അച്ഛാ, നമ്മുടെ ഇത്രയും പ്രൗഢിയുള്ള ഇവനുള്ളപ്പം വേറെ എന്ത് സെലിബ്രിറ്റീസ് വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രകാശം മതി മറന്നിട്ട് പറയുകയാണ്, വിക്രമാദിത്യ രാജാവ് അച്ഛൻ എപ്പോഴും നിന്നെ പറയാറില്ലേ, ആ ലെവലിൽ എൻ്റെ മോൻ എത്തും എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കണ്ട് മനസ്സിൽ പുച്ഛിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ കാർത്തിക. അതേസമയം ഷാരി വീട്ടിലാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന സരി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴും വിഷമമാണല്ലോ, മനുവേണ്ടും പറഞ്ഞു അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, അങ്ങേറെ കാര്യമൊന്നും കൂടുതൽ എന്നോട് പറയിക്കരുതെന്ന് പറയുമ്പോൾ ഷാരിയുടെ സംസാരത്തിൻ്റെ രീതി കേൾക്കുമ്പോഴത്തേക്കും സരി പറയാണ്, അച്ഛൻ്റെ എന്തോ കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ, എന്താ അമ്മേ പറ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേറെ എന്തെങ്കിലും കുരുക്കിൽ അച്ഛൻ ചെന്ന് പെട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്ക് ഷാരി പറയാണ്, അതൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കാതിരിക്കുക മോളെ നല്ലത് എന്ന് പറഞ്ഞിട്ട് സരവനെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുക, നീ എൻ്റെ മോളെല്ലാം എന്ന് അറിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണോ എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം സരി പറയുന്നുണ്ട്, ഓ എടുത്തോണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, അവൾ നാളെ മത്സരത്തിലൊന്ന് തോറ്റാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ഷാരി പറയണം, എനിക്കതൊന്നും ചിന്തിക്കാനൊരു സമയമില്ല മോളെ, അച്ഛനാണെങ്കിൽ ഇപ്പം എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നൊക്കെ ഇങ്ങനെ സരി പറയുവാണ്. എനിക്ക് അച്ഛനോട് ആകെ ദേഷ്യം മനുവേടിനെതിരെ പറയുന്നതുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തമ്മ ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയാണ്, എനിക്കും അതേ മോളെ ദേഷ്യം, നമുക്കിനി ആകെ ഒരു അത്താണി മനുമോനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരിയുടെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കല്യാണി, പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ കിരണും രൂപയും എല്ലാവരും ഓരോരുത്തരുടെ സ്ഥലത്ത് ഓണം ആഘോഷിക്കുന്നതാണ്. അതേ സമയത്ത് ഷാരി മാത്രം ആകെ ഇങ്ങനെ തളർന്നിരിക്കുകയാണ് കേട്ടോ. തളർന്നിരിക്കുന്ന ഷാരി ചിന്തിക്കുകയാണ്, അവളുടെ സ്വന്തം മകൾക്ക് വേണ്ടി അവൾ മേടിച്ചുകൊണ്ട് വന്ന ഓണക്കോടിയെങ്കിലും ഞാൻ കൊടുക്കണം എന്ന് വെച്ച് നമ്മുടെ താരം കൊണ്ടുവന്ന ഓണക്കോടി എടുത്തുകൊണ്ട് സരയുവിൻ്റെ അടുത്ത് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ സരയു പറയുന്നുണ്ട്, പണ്ടൊക്കെ ഓണത്തിന് എന്തൊക്കെ മേടിച്ചു തരുമായിരുന്നു അച്ഛനും അമ്മയും, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് താരം കൊണ്ടുവന്ന ഓണക്കോടി ഷാരി മേടിച്ചാന്നുള്ള രീതി സരയുവിന് കൊടുക്കുന്നത്. അത് കാണുമ്പോഴത്തേക്ക് സരയുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഓ ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്, ഇപ്പം ആകെ മനുവേട്ടൻ മാത്രമേ മേടിച്ചു തരുന്നുള്ളൂ, എന്തേലും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൻറ്റി എന്തൊക്കെ മേടിച്ചു തരുമായിരുന്നു, കുറേ സ്വർണ്ണവും എന്നൊക്കെ പറയുമ്പോഴേക്ക് ഷാരി പറയുന്നുണ്ട്, അതൊക്കെ പണ്ടത്തെ കാലമല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. കഴിയുമ്പോൾ കല്യാണി ഒരുങ്ങിക്കഴിഞ്ഞ് കിരണ് ഫോട്ടോ ഒക്കെ അയച്ച് ഓണത്തിൻ്റെ വിഷസൊക്കെ പറയുവാണ്. കിരണം തിരിച്ച് കല്യാണിക്ക് ഓണാശംസയൊക്കെ പറയുവാണ്. അവർ വീഡിയോ കോളിലൊക്കെ വിളിച്ച് കുറേ നേരം സംസാരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പം കിരൺ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചത് സൂപ്പർ സെലക്ഷനല്ലേ, നിന്നെ മനസ്സിലോർത്ത് മേടിച്ച എന്തായാലും തെറ്റുമല്ലോ, നീ നല്ലപോലെ മത്സരിച്ച് ഫസ്റ്റൊക്കെ മേടിച്ച് വരണം എന്ന് പറയുന്നു കേട്ടോ. കല്യാണി പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു ഓണം മിസ്സായി, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഫോൺ വെക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും സരിയും ഷാരിയും കൂടെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വരുവാണ് കേട്ടോ. അവരിങ്ങനെ പ്രാർത്ഥിച്ചത് ഓരോന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഷാരി പറയാണ്, ഞാൻ അച്ഛന് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചില്ല, എങ്ങനെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, വേറെ 100 കാര്യങ്ങളുണ്ടായിരുന്നു മോളെ പ്രാർത്ഥിക്കാമെന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ അവരൊരു കടയിൽ കയറാൻ നേരത്തെ ഇവരെ കാണുവാണ് കേട്ടോ, കിരണും CS-ഉം. കിരൺ പറയും, ഓണമായിട്ട് കണി കണ്ട 2 ആൾക്കാർ കൊള്ളാം ദേ നിൽക്കുന്നു എന്ന് പറയുവാണ്. അപ്പം പെട്ടെന്ന് CS ഇങ്ങനെ നോക്കാൻ നേരത്ത് നമ്മുടെ സാരി കൊടുത്തേക്കുന്ന സെറ്റും മുണ്ടും കാണുവാണ് കേട്ടോ, സെറ്റ് സാരി. അത് കാണുമ്പോഴത്തേക്കും താരയുടെ കയ്യിൽ മേടിച്ചു കൊടുത്തത് അത് ഓണക്കോടിയാണല്ലോ ഇവക്ക് കൊടുക്കാമെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവുകയാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ CS ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. ഓണക്കോടി മേടിച്ചു കൊടുത്തതും മക്കൾക്ക് മേടിച്ചു കൊടുക്കാനൊന്നും പണ്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പം വിലയൊന്നും നോക്കിയില്ല, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താരയോട് ചോദിച്ചതൊക്കെ ഓർക്കുവാണ്. താര ഇപ്പം കിരണും കല്യാണിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യവും അതൊന്നും വേണ്ട CS അവർക്കുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഓണം ഈ തവണ രൂപയുടെ വീട്ടിൽ ആ താരയോട് വരണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ CS ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് കേട്ടോ. CS-ന് മനസ്സിലായി താരയ്ക്ക് കൊടുത്തു വിട്ട അതേ ഓണക്കോടിയാണ് ഇപ്പോൾ സാരി കൊടുത്തേക്കുന്നതെന്ന്. അത് കഴിയുമ്പോഴത്തേക്കും CS ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാ മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം കാണുമ്പോഴത്തേക്കും കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ എന്തോ ഒരു വ്യത്യാസം മനസ്സിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ പറയാം നീ വരാമെന്ന് പറയുവാണ്. അതേ സമയത്ത് നമ്മുടെ സരയും ഷാരിയും ഇവരെ കണ്ടാകെ ഞടുങ്ങി നിൽക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ കിരണും CS-ഉം കൂടെ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്